ഈ നിയമത്തിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം തീരുമാനങ്ങൾ വരുന്നത്. അപകടകരമായൊരു രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ടത്. മലബാർ ഹൈക്കോടതി പൂജ തുടരുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഒരു വലിയ പ്രോജക്റ്റാണ് ഇവർ നടക്കുന്നത്. അതൊരു മുസ്ലിം വിരുദ്ധമായ, അത് പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല, മുസ്ലിം വിരുദ്ധമായ ഒരു പ്രോജക്റ്റ് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. മുസ്ലിം അപരവൽക്കരണവും മുസ്ലിം വിരുദ്ധം തന്നെയാണ് ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗ്യാൻവാബി മസ്ജിദിനെ കുറിച്ചാണ്. മസ്ജിദിൻ്റെ നിലവറകളിലൊന്നിൽ പൂജ നടത്താനുള്ള അനുവാദം ജില്ലാ കോടതി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നൽകിയിരുന്നു. ഉത്തരവ് വന്നതിൻ്റെ അന്ന് രാത്രി തന്നെ അവിടെ പൂജ ആരംഭിക്കുകയും ചെയ്തു. അത് ചോദ്യം ചെയ്തുകൊണ്ട് മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി, അന്ന് തന്നെ ഹർജി നൽകി. ആ ഹർജി വിധി പറയാനായി മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെ മാറ്റിവെച്ച ഹർജിയിൽ ഇന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു. അലഹബാദ് ഹൈക്കോടതി പൂജ തുടരുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. 1991 ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യമാണ് ഇന്ത്യ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ സ്വഭാവം ഏതു വിധത്തിലായിരുന്നുവോ അതിൽ മാറ്റം വരുത്താൻ പാടില്ല. ബാബറി മസ്ജിദ് മാത്രമാണ് ആ നിയമത്തിന് പുറത്തുണ്ടായിരുന്നത്. അങ്ങനെ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തൊരു രാജ്യത്ത് ജുഡീഷ്യറിയിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ അനുകൂലമായ ഉത്തരവുകൾ നേടിക്കൊണ്ട് നിയമം അട്ടിമറിച്ചുകൊണ്ട് മറ്റ് ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൽ ഹിന്ദുത്വ ശക്തികൾ അധീശത്വം സ്ഥാപിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നമുക്കൊപ്പം ഉള്ളത് ദാമോദർ പ്രസാദാണ്. ഈ അലഹബാദ് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി, അതായത് ഈ പൂജ അനുവദിച്ചുകൊണ്ട് ജില്ലാ കോടതിയുടെ വിധി വന്ന അന്ന് തന്നെ മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അന്നത് വിധി പറയാൻ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചതാണ്. ഇന്നിപ്പോൾ ഒരു പ്രയാസവുമില്ലാതെ പൂജ തുടരാൻ വിധി വന്നിരിക്കുന്നു. ഇതിന് നമ്മൾ ഒരു നിയമ നടപടിയുടെ തുടർച്ചയായിട്ട് കാണണോ അതോ ഒരു ഭരണകൂടത്തിൻ്റെ ഗീതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ജുഡീഷ്യറി ആയിട്ട്? നമ്മളിപ്പോൾ കാണുന്നൊരു ഇതിൻ്റെ അകത്ത് ഗ്യാൻവാബിയുടെ അകത്ത് നമ്മൾ കാണുന്ന കാര്യം, ഈ എന്താണോ ബാബറി മസ്ജിദിൽ നടന്ന ആ നീക്കങ്ങളുടെ ഒരു പാറ്റേൺ, ആ പാറ്റേൺ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൽ കോടതി വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കോടതി വിദഗ്ധമായി ഉപയോഗിച്ച രീതിയിൽ തന്നെ ഇതിൽ ആവർത്തിക്കണം. കാര്യം വളരെ താഴെത്തട്ടിലെ കോടതിയിൽ നിന്നാണ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഈ രാംലാലയുടെ വിഗ്രഹത്തിലൂടെ കടത്തിയ ബാബറി മസ്ജിദിൻ്റെ ആ ചരിത്രം. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ചില പ്രവർത്തനങ്ങൾ ഇതിൻ്റെ അകത്തും കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം രാജീവ് സൂചിപ്പിച്ചതിനാണ് 91 ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട്, അത് ഈ രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെടുകയും കോടതി തന്നെ അതിലൊരു തരത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ആ ഒരു എന്താ പറയുക, അതിനെ ഒരു തരം അത് ഇല്ലിജിറ്റിമൈസിയാണ് ആ നിയമത്തെ. ആ നിലയിൽ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യത തുറക്കുകയാണ്, പുതിയ പ്രശ്നങ്ങൾ സാധ്യത തുറക്കുന്നത്. ഇവിടെ തന്നെ നിൽക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ 91 ഈ നിയമപ്രകാരം വളരെ കൃത്യമായിരുന്നു അതിൻ്റെ അകത്ത്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചരിത്രം സമീപിക്കുന്ന രീതിയിലും ഒക്കെ തന്നെ ഒരു കൃത്യത വരുത്തിയതായിരുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം. 47 സ്വാതന്ത്ര്യത്തോട് ശേഷമുള്ള ഒരു പുതിയ രാജ്യത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ സെക്കുലർ രാഷ്ട്രം എങ്ങനെയാണ് ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് കാണുന്നതിനെക്കുറിച്ച് വ്യക്തതയായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബാബറി മസ്ജിദിൻ്റെ തകർച്ച, ആ ബാബറി മസ്ജിദ് ഈ രാമപൂജയുടെയൊക്കെ ഭാഗമായിട്ട് അദ്വാനിയുടെ രഥയാത്രയുടെ ഭാഗമായിട്ടുണ്ടായ വലിയ വിവാദങ്ങളായിട്ടുള്ള റെസ്പോൺസ് കൂടിയാണെങ്കിലും അതിനകത്തൊരു കൃത്യത ഉണ്ടായിരുന്നു. സെക്കുലർ സ്റ്റേറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നൊരു കൃത്യത അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് പരിപാലിക്കാൻ ബാധ്യതപ്പെട്ട ജുഡീഷ്യറി തന്നെയാണ്. അതും സുപ്രീം കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂവിന് നിയമം വിധേയമായിട്ടില്ല, ആ നിലയിലല്ല വന്നിട്ടില്ല. മറിച്ച് ഈ നിയമത്തിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം തീരുമാനങ്ങൾ വരുന്നത്. അപകടകരമായൊരു രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ജുഡീഷ്യറി വിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് നമ്മൾ കാണുന്നത് തന്നെ ഒരു ഇതുണ്ട്. രണ്ട് സൈഡ് നിലയ്ക്ക് ആ പോളറൈസേഷൻ കൃത്യമായി അവർക്ക് ജുഡീഷ്യറി നടപ്പാക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് കാര്യം എടുത്താലും, അതിപ്പോൾ മൃഗങ്ങൾക്ക് പേരിടുന്ന കാര്യം ആ പോളറൈസേഷൻ കൊണ്ടുവരാനുള്ള വിദഗ്ധമായ ഈ ഒരു സംവിധാനം ഇവർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും ആശങ്കപ്പെടേണ്ട കാര്യം. കോടതി ഉപയോഗിക്കുന്നു, നിയമങ്ങൾ അട്ടിമറിക്കുന്ന വഴി തീർച്ചയായിട്ടും മറ്റു രീതിയിൽ തന്നെ പ്രതിസന്ധിയിലായിട്ടുള്ള മുസ്ലിം സമുദായത്തിന് കോടതി ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിൽ, കാര്യം ഒരു തിക്താനുഭവങ്ങൾ അവർക്ക് നിരവധി ഉണ്ടാകുന്ന സമയത്ത് അതൊരു നിരാശ്രയ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അപകട സ്ഥിതിയുമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഇവരുടെ BJPയുടെ ക്യാമ്പയിൻ തന്നെ വളരെ സവിശേഷമായിട്ട് രാജ്യം ശ്രദ്ധിച്ചതാണ്. അതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി ഇലക്ഷൻ ക്യാമ്പയിനെ ബന്ധപ്പെട്ട് സബ്കാ വികാസ് സബ്കാ സാത്ത് എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിനും അതുപോലെ തന്നെ ഗുണഭോക്താവ് പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ, മറുഭാഗത്ത് നമ്മൾ കാണുന്നത് BJPയുടെ തന്നെ മറ്റ് യന്ത്രങ്ങൾ, മറ്റ് ഉപകരണങ്ങളും മറ്റ് സംവിധാനവും. അപ്പോൾ ആ വിദഗ്ധമായ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ പൊളിറ്റിക്സിൻ്റെ അവർ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഗവൺമെൻറ് മിഷണറി ഈ നിലയിലെ ഗുണഭോക്ത രാഷ്ട്രീയം പറയുക, മറുഭാഗത്ത് വളരെ ഡിപ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യപ്പെട്ട പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഇവർ നിരവധി സംഘടനകൾ, RS മാത്രമല്ലല്ലോ ഇതിപ്പോൾ, നിരവധി സംഘടനകൾ, ഇതിനുമായി ചേർന്ന വ്യക്തികൾ തന്നെ ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ട്
ബാബറി മസ്ജിദിൻ്റെ ശേഷം രാമക്ഷേത്ര നിർമ്മാണത്തിനോട് തീരുന്നില്ലെന്നും കാശിയും മധുരയും മുന്നോട്ട് വെച്ചുള്ള പുതിയ രാഷ്ട്രീയം. അപ്പോൾ ഇത് വീണ്ടും ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ചുരുൾന്ന് വരികയാണ്. അടുത്ത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഹിന്ദുരാഷ്ട്രത്തിന് ചുരുൾന്ന് വരുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട്. അപ്പോൾ ഈ ഗോത്ര രാഷ്ട്രീയ ഒരു ഭാഗത്ത് പറയുമ്പോൾ, ഈ ബെനിഫിഷ്യറി പൊളിറ്റിക്സ് ഒരു ഭാഗത്ത് പറയുമ്പോൾ, മറുഭാഗത്ത് ഇവരുടെ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഒരു തീവ്ര രാഷ്ട്രീയം മറുഭാഗത്ത് അവതരിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ ഒരു കാര്യം കൂടി രാജീവിനോട് ശ്രദ്ധിച്ചറിയാൻ പറ്റുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഈ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യക്ക് സർവേ നടത്താനുള്ളതൊക്കെ തന്നെ ഇതൊക്കെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിനെതിരാണ്. ഇതൊക്കെ തന്നെ തത്വത്തിനെതിരാണ്. പക്ഷേ ഈ നമ്മൾ 16-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രം വെച്ചുകൊണ്ട് നമുക്ക് അത് ബാബറിൻ്റെ കാര്യത്തിൽ പ്രസക്തമാണ്. കാര്യം പല ഡിബേറ്റുകളുണ്ട്, ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകൾ. അതിലേക്ക് പോകുന്നതിൽ വലിയ അർത്ഥമില്ല. കാര്യം 16-ാം നൂറ്റാണ്ടിലെ സെക്കുലർ രാഷ്ട്രീയത്തിലല്ലോ അല്ലെങ്കിൽ ഒരു സവിശേഷ സാഹചര്യത്തിലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിബേറ്റ് സെക്കുലർ മേഖലയിൽ തന്നെ വരുന്നതിൽ തന്നെ എനിക്ക് ഒരു ചെറിയ ആശങ്കയുണ്ട്. കാരണം അങ്ങനത്തെ ഉയർത്തേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത്. കാര്യം അത്ര സെക്കുലർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഉദാഹരണത്തിന് ചില വളരെ പയസ്സായിട്ടുള്ള എന്നാൽ സെക്കുലറായിട്ടുള്ള പല ആൾക്കാർ തന്നെ പറയുന്നത് കാര്യം ഈ ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നർത്ഥത്തിലൊക്കെ ഒരു വളരെ പയസ്സായ പൊളിറ്റിക്സാണ്. ഞാൻ അവരെ ആദരിക്കുന്നു. അത്തരമൊരു എന്താ പറയുക, അങ്ങനെ സായ പൊളിറ്റിക്സ് ബിരിയാണിക്ക് വന്നോട്ടെ അതിനെക്കുറിച്ച്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നിയമത്തെ അനുസരിക്കുന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു പയസ് പൊളിറ്റിക്സ് നന്നായിരിക്കാം, വ്യക്തികളുടെ എത്തിക്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ അംഗീകരിക്കാം. പക്ഷേ അത്തരം പയസ് പൊളിറ്റിക്സ് അല്ല. നിയമം അനുശാസിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, അതനുസരിച്ച് റിപ്പബ്ലിക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതിനെ ലംഘിക്കാൻ ഒരു പയസ് പൊളിറ്റിക്സും അതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്നത് അർത്ഥമില്ലാത്ത കാര്യം. അപ്പോൾ അതുകൊണ്ട് അത്തരം പൊളിറ്റിക്സും പലതരത്തിൽ വരുന്നത് സെക്കുലർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പലപ്പോഴും പറയപ്പെടുന്നത്. അത് വാസ്തവത്തിൽ ചെയ്യുന്നത് വീണ്ടും ഇത് കൂടുതൽ വിഭാഗീയമായ രാഷ്ട്രീയത്തിന് അവസരം നൽകുക ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് നിലയ്ക്ക് നോക്കിയാലും നിയമത്തിൻ്റെ പലതരത്തിൽ തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. നിയമ തുരങ്കം വയ്ക്കുന്ന ഇത് ആത്യന്തികമായിട്ട് ഭരണഘടനയും നിലനിൽക്കുന്ന റിപ്പബ്ലിക്കിൻ്റെ സ്ട്രക്ചറിനെയൊക്കെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്കാണ് ഇത് ചെന്നെത്തുക എന്നുള്ള കാര്യത്തിൽ. ബാബറി മസ്ജിദ് ഡിമോളിഷ് ചെയ്യപ്പെടുമ്പോൾ ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഈ മുദ്രാവാക്യം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ബാബറി മസ്ജിദ് ഇനി കാശിയും മധുരയും ബാക്കിയുണ്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം വരുന്നുണ്ട്. അതിൽ കാശിയിലിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേയിലേക്ക് പോകുന്നു. അവിടെ നിലവറയിൽ പൂജ നടന്നിരുന്നു എന്ന് കോടതി അംഗീകരിക്കുന്നു. അവിടെ പൂജ തുടരാൻ അനുവാദം കൊടുക്കുന്നു. മധുരയിൽ ക്ലെയിം ഓൾറെഡി ഉണ്ട്, അത് കോടതി നടപടികളിൽ കിടക്കുന്നു. അപ്പോൾ വെച്ചാൽ ഇത് 92 ഡിസംബർ 6 ശേഷം ഉയർന്ന മുദ്രാവാക്യത്തിൽ നിന്ന് ഇത് കുറേ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ ഇന്ന് ഗ്യാൻവാബി, നാളെ മധുര, അത് കഴിഞ്ഞാൽ മറ്റ് ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടാൻ മടിക്കില്ല എന്നുള്ള ഒരു സന്ദേശം ഇത് നൽകുന്നുണ്ടെന്ന് തോന്നുന്നു. പലയിടത്തും ഇത്തരം ക്ലെയിമുകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോലും ഒരു എന്താ പറയുക, യാതൊരു അടിസ്ഥാനമില്ലാത്ത യാതൊരു യുക്തിക്കും വഴങ്ങാത്ത ചില ക്ലെയിമുകളൊക്കെ ഈ അടുത്ത് കേൾക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനൊരു അവസരം ആയിക്കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലിലേക്ക് ഈ പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘവും അതിൻ്റെ പരിവാര സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ ഗ്യാൻവാപ്പിയിലൊക്കെ ഹർജിക്ക് പോകുന്നത് 4 വ്യക്തികളാണ്. എന്നുവെച്ചാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ 4 വ്യക്തികളാണ്. അവർക്ക് ഏതെങ്കിലും ഒരു സംഘടനയായി ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യക്ഷത്തിൽ. പക്ഷേ ഇത് അതിൻ്റെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് നമ്മളങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം. ഇന്ന് ഈ ഒരു അജണ്ട BJP പൊളിറ്റിക്സ് സംബന്ധിച്ചോളം സംഘപരിവാർ രാഷ്ട്രീയത്തിനുണ്ട്. അത് ഒരു ഹിന്ദു സ്റ്റേറ്റിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പം അത് നിലനിൽക്കുന്നുണ്ട്. അതൊരിക്കലും അവർ തന്നെ നിരാകരിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ ജനാധിപത്യത്തിൻ്റെ അകത്ത് എങ്ങനെ പ്രവർത്തിക്കാം, ഒരു സിയോണിസ്റ്റ് രീതിയിൽ എങ്ങനെ പ്രവർത്തിച്ച് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അവരുടെ പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം. മാത്രമല്ല ഇത് ആരാധനാലയങ്ങൾ ഈ 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവികാസങ്ങളുടെ ഭാഗമായിട്ട് മാത്രമല്ല അവർ ചെയ്യുന്നത്. കാര്യം നമ്മൾ കാണുന്ന കാര്യം അതൊരു ഒരു കാരണമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു മാത്രം കാര്യം. പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം വളരെ കൃത്യമാണ്. കാര്യം ഹിജാബിനെതിരെ രാഷ്ട്രീയം, ബീഫിനെതിരെ രാഷ്ട്രീയം, വസ്ത്രധാരണത്തിൻ്റെ രാഷ്ട്രീയം, ഭാഷയ്ക്കെതിരെയുള്ള രാഷ്ട്രീയം, ഉറുദു പോലെ ഭാഷയ്ക്കെതിരെയുള്ള, അങ്ങനെ എന്താ പറയുക, ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിംഗ്രിറ്റിക് എന്ന് വിളിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വളരെ ഈ കലർപ്പുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതിനെയൊക്കെ തന്നെ നിരാകരിക്കുന്ന വിധത്തിൽ അത് വലിയ മധ്യകാല ശേഷം അങ്ങനെ കലർപ്പുള്ള സംസ്കാരം രൂപപ്പെടുകയാണ്. നമ്മുടെ ആർക്കിടെക്ചറിലും ആർട്ടിലൊക്കെ തന്നെ അതിൻ്റെ വലിയ മോണുമെൻറ്റ്സാണ്. ശരിക്കും വലിയ നാഷണൽ ഹെറിറ്റേജിൻ്റെ പുറത്താണ് കയറി ആക്രമിക്കുന്നത്. ആക്രമിച്ചാണ് ഏറ്റവും നവലിബറൽ എഡിഫിസുകൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഹിസ്റ്ററിയോട് ചെയ്യുന്ന വലിയൊരു അനീതിയുടെ ഒപ്പം തന്നെ വലിയ പ്രോജക്റ്റാണിത്. അതുതന്നെയാണ് ആ പ്രോജക്റ്റ് തുടച്ച്. അപ്പോൾ ഒരു ആരാധനാലയത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഒരു വലിയ പ്രോജക്റ്റാണ് ഇവർ നടക്കുന്നത്. അതൊരു മുസ്ലിം വിരുദ്ധമായ, അത് പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല, മുസ്ലിം വിരുദ്ധമായ ഒരു പ്രോജക്റ്റ് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. മുസ്ലിം അപരവൽക്കരണവും മുസ്ലിം വിരുദ്ധം തന്നെയാണ് ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. അതിന് ഓരോ രീതിയിലും ആവിഷ്കരിക്കുന്ന ഇതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മധുരയും കാശി ഉയർത്തിക്കൊണ്ട്. മധുരയും കാശിയും ഇനി ആർക്കിയോളജിക്കൽ ഡിബേറ്റിനകത്ത് പ്രശ്നമുണ്ട്. ആർക്കിയോളജി ഡിബേറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ അതൊരു ഡിസ്പ്യൂട്ടബിൾ ഏരിയ. ആർക്കിയോളജി പോയി കഴിഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും 21 രാഷ്ട്രീയം നിർണ്ണയിക്കാൻ പറ്റില്ല. അത് ഒരു തരത്തിലുള്ള, മാത്രമല്ല ഈ സംഘപരിവാർ രാഷ്ട്രീയം ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യത്തിൽ ഈ മധ്യകാലത്ത് ഉള്ള മാറ്റങ്ങളും ഇന്ത്യൻ സമൂഹത്തിലുള്ള മാറ്റങ്ങളെ
അതായത് അവിടുന്ന് ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ, മുഗളരൊക്കെ ഉൾപ്പെടെ, അത് എന്താ പറയുക, തൊട്ടുമുമ്പ് ഡക്കാൻ സുൽത്താൻമാരാണെങ്കിലും 11 നൂറ്റാണ്ടിലുള്ള മുതലുള്ള ഇബ്രാഹിം ലോധി ആണെങ്കിലും സ്ലേവ് ഡൈനാസ്റ്റി ആണെങ്കിലും ഇൽത്തുമിഷൊക്കെ ആണെങ്കിലും അവരൊക്കെ ഭരണക്രമം ഉണ്ടാക്കുകയും ഈ ജീവിത സാഹചര്യങ്ങളായും ജീവിത വ്യവസ്ഥകളായിട്ടൊക്കെ ഇടകലർന്ന് പോയതാണ്. പക്ഷേ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസം, ഏറ്റവും ചൂഷായ ബ്രിട്ടീഷ് കൊളോണിയലിസം ഒരു നിലപാടില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതികരണം ആ നിലയിൽ ശരിക്കും അങ്ങേയറ്റത്തെ രീതിയിൽ ചൂഷണം നടത്തിയിട്ടുള്ള അതിനോട് പ്രതികരിക്കാൻ വളരെ വിമുഖതയാണ്. അപ്പോൾ ഒരു വളരെ കൃത്യമായിട്ടൊരു അജണ്ടയുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം വിരുദ്ധ, അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ എന്നുള്ള വ്യാജ അജണ്ടയാണ്. ഒരു അവകോളനീകരണം ഇതിൻ്റെ അകത്തില്ല. ഇത് മുസ്ലിം വിരുദ്ധ തന്നെയാണ്, മുസ്ലിം വിരുദ്ധമായിട്ട് രീതിയിൽ അപ്പോൾ അതിൻ്റെ വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നത് വലിയൊരു നാഷണൽ ഹെറിറ്റേജുകളെ ഇല്ലാതായി മാറുന്നത്. കാര്യം ഇതൊക്കെ തന്നെ വലിയ മോണിമെൻറ്റ്സ് ആണ്, ഹിസ്റ്റോറിക്കൽ മോണിമെൻറ്റ്സ് ആണ്. അതിൻ്റെ ആർക്കിടെക്ചർ ഉണ്ട്, അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ഇതിനൊക്കെ തന്നെ നിരാകരിക്കും. ഇതൊക്കെ പൊളിച്ചിട്ടാണ് ഏറ്റവും പുതിയ സാധനങ്ങൾ പണിയുന്നത്. അതുണ്ടാക്കുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലല്ല. ഇതിൻ്റെ വേറെ തന്നെയാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മധ്യകാല പാഠഭാഗങ്ങൾ എടുത്തു മാറ്റുന്നു. ഈ പ്രോജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അപകടകരമായ പ്രോജക്റ്റ്. പക്ഷേ ഇതിനെതിരെ എങ്ങനെയാണ് ചെറുത്തിൽ കൊണ്ടുവന്നത്? നിശബ്ദതയാണ് ഞാൻ നോക്കിയിട്ട് നമ്മൾ കാണുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ ആകെ സമാജ്വാദി പാർട്ടിയുടെ ഒരു റിയാക്ഷൻ മാത്രമാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിൽ അവർ പറയുന്നത് ഔറംഗസീബ് തകർത്തതിനേക്കാൾ കൂടുതൽ ബുദ്ധ വിഹാരങ്ങൾ ശങ്കരാചാര്യരുടെ പിന്മുറക്കാർ തകർത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു റിയാക്ഷനാണ് വരുന്നത്. ആദ്യത്തെ വിധി വന്ന സമയത്തും, ജില്ലാ കോടതിയുടെ വിധി വന്ന സമയത്തും സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഒരു സെക്യുലർ സ്റ്റേറ്റിന് വേണ്ടി നിലകൊള്ളും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് അവകാശപ്പെടുന്ന, ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളൊന്നും ഇതിനോട് പ്രതികരിക്കാനേ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മുതൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത്. ഈ ഒരു എന്താ പറയുക, CPM ഒഴിച്ച് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ SP ഉണ്ട്, അങ്ങനെ ഒഴിച്ച് നോക്കിയാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പക്ഷേ അവർക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർ നേരിടുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. ഞാനപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, ഗ്യാൻവ്യാപി ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയും വലിയ വിഭാഗത്തിലേക്ക് പോകണമെങ്കിൽ പ്രതിപക്ഷം അതിനകത്ത് ഒരു നിലപാടെടുക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം അത് ഒരു രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിനും ബാധ്യതയുണ്ട്. കാര്യം ഏത് നിലയ്ക്കാണോ അത് വിഭാഗീയ പ്രശ്നം, ആ വിഭാഗീയത എങ്ങനെയാണ് ദേശരാഷ്ട്രത്തെ ബാധിക്കുന്ന ഉയർത്തിക്കൊണ്ടുവരാനുള്ള ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്. അത് ഒരു തരത്തിലും ഒരു തരത്തിലും ക്ഷീണിപ്പിക്കില്ല, മറിച്ച് അതൊരു ബോധവൽക്കരണത്തിൻ്റെയും പുതിയ രാഷ്ട്രീയം കൊണ്ടുവരുന്ന ഒരു പുതിയ നമ്മൾ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയമാണ്, ഒരു ബാധിതപ്പെട്ട രാഷ്ട്രീയം. കാര്യം അതിലാണ് അവരടിത്തറ അതാണ്. പക്ഷെ അത് പറയാൻ യുവത കാണിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ നഷ്ടങ്ങളുണ്ട്. സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രത്യേകിച്ച് മുസ്ലിം മതങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അകത്ത് മറിച്ച് വേറൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ SP നിലപാടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് SP മുലായം സിംഗിനെതിരെ ഒരുപാട് ആരോപണം ഈ കാര്യത്തിൽ തന്നെ ഉണ്ട്. കാര്യം അത് ഒരു പള്ളിക്കകത്തൊരു ക്ഷേത്രം പ്രവർത്തിക്കുക, എനിക്കൊണ്ട് മുലായം സിംഗിൻ്റെ നിലപാട് വളരെ ശരിയായ നിലപാട്, അത് സെക്യുലർ നിലപാട് തന്നെയായിരുന്നു. അല്ലാണ്ട് മുസ്ലിം പിറന്ന നിലപാടൊന്നും ആയിരുന്നില്ല. കാര്യം അത് ഒരു വലിയ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ സമയത്ത് തടയാനാണ് ചെയ്തിട്ടുള്ളത്. എനിക്കങ്ങനെയാണ് നമുക്കത് റീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഇവിടെ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഈ എന്താ പറയുക, അലഹബാദ് പ്രയാഗ്രാജാക്കി മാറ്റുക, ഇങ്ങനെ ഇതിലൊരു പുതിയ പൊളിറ്റിക്സ്. വാരണാസി BJP സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന കാര്യം പ്രധാനമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ വലിയൊരു ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കടന്നു പോകുന്ന പറയുന്നത് ഇതിനൊരു ചെറുത്തിൽപ്പില്ലാതായി പോകുക എന്ന് പറയുന്നത് വാസ്തവം പറയുന്നത് നമ്മുടെ ഒരു സെക്യുലർ സ്റ്റേറ്റിൻ്റെ ഒരു ദേശരാഷ്ട്രത്തിൻ്റെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ വലിയ വിള്ളൽ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന ഈ മുസ്ലിം ജനവാദത്തിന് ബുൾഡോസർ കയറ്റുന്ന പോലെ തന്നെയാണ്. ഇതൊക്കെ ഓരോ തരത്തിലുള്ള ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടിട്ടാണ്. എന്തിനാ അപരവൽക്കരിക്കാൻ, കാര്യം ഒറ്റപ്പെടുത്തുക, ഐസൊലേറ്റ് ചെയ്യുക, ഈ ഒരു കമ്മ്യൂണിറ്റി മാർജിനിലേക്ക് മാറ്റുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ആത്യന്തികമായ ലക്ഷ്യം. അല്ലാണ്ട് ഒരു ക്ഷേത്രം അവിടെ ഒരു പള്ളിയുടെ പുറത്തേക്ക് ഒരു ഡയലോഗിന് പോലും പോസിബിലിറ്റി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗങ്ങളെ മുസ്ലിം മത നേതൃത്വമായിട്ട് ഒരു ഡയലോഗിൻ്റെ പോസിബിലിറ്റി ഒന്നല്ല തരുന്ന കാര്യം. മാത്രമല്ല, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമോ ഭരണഘടനയിലെ വ്യവസ്ഥകളോ അതുപ്രകാരം പ്രവർത്തിക്കുന്ന കോടതികളോ ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടിയും ഞങ്ങളെ സഹായിക്കില്ല എന്ന തോന്നൽ വളർത്തുക എന്നുള്ളൊരു പണി കൂടെ തീർച്ചയായിട്ടും അതൊക്കെ അത് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് കുറച്ച് കാലം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ സുപ്രീം കോടതി പിന്നീട് കേൾക്കാവുന്നത് മാറ്റിവെക്കുന്ന സിറ്റുവേഷൻ, അതൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റി നിർത്തുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമൂഹത്തെ മുഴുവൻ ആ നിലയ്ക്ക് മാറ്റി നിർത്തുക പറയുമ്പോൾ അത് ദേശരാഷ്ട്രത്തിൻ്റെ നേരത്തെ ഒരു വിള്ളൽ തന്നെയാണ്. അത് വലിയ വിഭാഗീയ രാഷ്ട്രീയം. അപ്പോൾ ഇതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളത് പ്രതിരോധം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വലിയ അത് മുസ്ലിം സമുദായത്തെ നേരിട്ട് ബാധിക്കും, എല്ലാ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ രാജീവ് സൂചിപ്പിച്ച കാര്യം, ഈ ആർക്കിയോളജിക്കൽ ഡിസ്പ്യൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഡിസ്പ്യൂട്ടിലേക്ക് പോകേണ്ടി വരും.
അത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഡിസ്പ്യൂട്ടാണ്. അതൊന്നും ഈ കാലത്ത് പോകുന്ന പ്രത്യേകിച്ച് 20ാം നൂറ്റാണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ പോകുന്നതിൽ അർത്ഥമില്ല. കാര്യം നമ്മൾ സെക്യുലർ നേഷൻ ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ വേറെ തരത്തിലൊരു പൊതുധാരണയാണ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ട പൊതുധാരണ പുറത്താണ് ഒരു സെക്യുലർ നേഷൻ ഉണ്ടാകുന്നത്. അതിൻ്റെ ഗുണഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ ഗുണഫലങ്ങളാണ് ഇല്ലാതായി നമ്മൾ മധ്യകാലത്തിലേക്ക് തിരിച്ച്. ഇർഫാൻ ഹബീബയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ ഈ ഔറംഗസേബ് നടത്തിയെന്നുള്ള അത് ചരിത്രം ശരിയായിരിക്കാം. ഇർഫാൻ ഹബീബ് തന്നെ പറയുന്നത് ക്വിന്നിലെ കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 20ാം നൂറ്റാണ്ട് നമ്മൾ വീണ്ടും മധ്യകാലത്തേക്ക് പോകുന്നല്ലോ അർത്ഥം. നമ്മൾ ജീവിക്കുന്ന അതിനെ അഭിസംബോധന ചെയ്യാനും ഇന്നത്തെ പ്രശ്നങ്ങൾ നേരിടാനും നമ്മൾ തയ്യാറാണ്. അതുപോലെ തന്നെ ഈ കാര്യം രാജ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഇതിനകത്ത് ബ്രിട്ടീഷ് കോളോണിയലിസം നടത്തിയ സമയത്ത് അതിനോട് പ്രതികരിക്കാൻ വിമുഖതയാണ്. അതുണ്ടാക്കിയ ആഴത്തെ പ്രത്യാഘാതങ്ങൾ, ഈ വിഭജനം മുതൽ എല്ലാ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ, നമ്മുടെ പാപ്പരീകരണം, എല്ലാ തരത്തിലുള്ള ജീവിത വ്യവസ്ഥകളും തകർത്ത അത് ഒരു തരത്തിലും ഒരു വിഷമ പ്രശ്നമായിട്ട് വരും. കോളനൈസേഷൻ എന്ന് പറയുന്ന പണിക്ക് ഇപ്പോൾ നിയമങ്ങൾ മാറ്റി എഴുതുന്നതിന് മാത്രമാണ് ഈ എന്താ പറയുക കോളനി കാലത്തെ എന്നുള്ള മോചനമാണ്, അത് ഭാരതത്തിൻ്റെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള പണിയാണ് എന്നുകൊണ്ട് ഇപ്പോൾ ക്രിമിനൽ നിയമങ്ങൾ മാറ്റിയപ്പോൾ അത് കോളനിവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയും അതിൽ കൂടുതൽ എന്താ പറയുക ബ്രിട്ടീഷ് കാലത്തേക്കാൾ ഗുരുതരമായ അല്ലെങ്കിൽ ആഘാതം ഉണ്ടാക്കുന്ന ചില വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ലാതെ മറ്റ് രീതിയിൽ ആ ബ്രിട്ടീഷ് ഭരണകാലം ഉണ്ടാക്കിയ ആഘാതങ്ങളെക്കുറിച്ച് ഒരിടത്തും ഒരു കാലത്തും ചോദിക്കില്ല. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി ഈ പേര് മാറ്റുക, ഹിന്ദി ഈ എന്താ പറയുക നിയമങ്ങൾക്കെല്ലാം ഹിന്ദി പേര് കൊടുക്കുക, അപ്പോൾ അത്തരത്തെ ഭാരതീയ ന്യായം എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുക്കുന്ന അതല്ല അപകോളനീകരണം. അതല്ല ഇതിൻ്റെ അന്തസ്സത്തയിൽ കിടക്കുന്ന കോളനി ബദ്ധമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റുകയും പുതിയ സങ്കല്പങ്ങൾ കൊണ്ടുവരുന്ന അപകോളനീകരണമാകുന്നത് അതിനല്ല. അപ്പോൾ അപകോളനീകരണം എന്ന് പറയുന്നത് ഈ എന്താ പറയുക സംഘപരിവാറിനെ കാഴ്ച കോളനീകരണം എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ഒരു കാലഘട്ടത്തെയാണ്. അത് മുസ്ലിം കാലഘട്ടം എന്ന് വിളിച്ച് താരതമ്യം അതന്നെ ബ്രിട്ടീഷ് ഒരു പരിപാടിയായിരുന്നു. കാര്യം അതിൻ്റെ അകത്ത് വിവിധമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളും ജീവിത വ്യവസ്ഥ നിലനിന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് ഇതേ സാധനം തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ ടിപ്പുവിനെതിരെ നടക്കുന്നത്, ടിപ്പുവിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇതിൻ്റെ വേറെ സ്വഭാവം കേരളത്തിലും വളരെ വൈകാതെ തന്നെ വേറെ ഇതിലും പ്രകടമാക്കാൻ അവർ മടിക്കില്ല. കേരളത്തിൻ്റെ സാമൂഹിക ജീവിത വ്യവസ്ഥ അതിന് അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ഇത് പ്രതികരിക്കാനുള്ള വിമുഖത അവർക്ക് ഉണ്ടാകുന്നത്. എന്നിട്ടും രാജ്യം സൂചിച്ച പോലെ അസംബന്ധങ്ങളെ വിളിച്ച് പറയാൻ യാതൊരു മടിയും കാണിക്കില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് പറയുന്നത് അത് അത്രയും കാര്യങ്ങൾ, അത് BJPക്ക് അത് എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കി എന്നുള്ളതല്ല അതിന് പ്രധാനം. അത് പ്രത്യാഘാതം ഉണ്ടാക്കിയിരിക്കാം, കാര്യം അത് ഇതിന് കാൻഡിഡേറ്റിനെ ബാധിച്ചില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഇത്ര ചർച്ച ഉയർത്തിക്കൊണ്ടുള്ള ഒരു മനോഭാവം അത് നിരാകരിക്കപ്പെടേണ്ടതാണ്. അത് നിരാകരിക്കപ്പെട്ടു ആ നിലയ്ക്ക്. പക്ഷേ ഈ നിലയ്ക്കൊരു ആ പ്രോജക്റ്റ് ഉണ്ട്. അത് ആർട്ടിക്കിൾ 370 രാമക്ഷേത്ര നിർമ്മാണവും യൂണിഫോം സിവിൽ കോഡിലേക്ക് പോക്കും, ഇതൊക്കെ തന്നെ പൗരത്വ ഭേദ നിയമം, ഇതിൻ്റെയൊക്കെ ആ പ്രോജക്റ്റ് തുടർച്ച തന്നെയാണ് ഗ്യാൻ വ്യാപിയിൽ നമ്മൾ കാണുന്നത്, മധുരയിലും കാശിയിലും ഇനി വരാൻ പോകുന്ന പദ്ധതികളിലും. കൗതുകരം തോന്നിയത് ഒരു 4-5 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 6-7 കൊല്ലം മുമ്പാണ് താജ്മഹൽ തേജോ മഹാലയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് വരികയും അത് ആരൊക്കെയോ അങ്ങനെ അവകാശപ്പെടുകയൊക്കെ ചെയ്ത്. അന്ന് ഇത് നമ്മളൊരു തമാശയായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളുടെ യുക്തിക്കൊന്നും നിരക്കാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂന്നാംകട സിനിമയിലൊരു കോമഡി ആയിട്ട് നമ്മൾ കേട്ടുപോയൊരു സാധനമാണ്. പക്ഷേ ഇനി നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഇതൊന്നും അങ്ങനെ എന്താ പറയുക കേട്ട് തള്ളിക്കളയാവുന്നൊരു തമാശയല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. കാര്യം ഇത് ഓക്ക് എന്ന് പറഞ്ഞ ചരിത്രമാണ്, വളരെ ഹിസ്റ്ററി മിത്തോളജൈസ് ചെയ്തിട്ടുള്ള ചരിത്രം. ആ ചരിത്രത്തിൻ്റെ തുടർച്ച നിലയിൽ ഇപ്പോൾ താജ്മഹലിൻ്റെ പുറത്ത് തേജോ മഹാലിന് ക്ലെയിം വരുവാണെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കീഴ്ക്കോടതി സബോർഡിനേറ്റ് കോടതി എന്ന് വിളിക്കാൻ പാടില്ല, സുപ്രീം കോടതി നിർദ്ദേശമെങ്കിൽ കൂടി ഒരു ജില്ലാ കോടതി നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആർക്കിയോളജി സർവേ നടത്തണമെങ്കിൽ അതൊരു ക്ലെയിം ആവുകയാണ്. ആ ക്ലെയിമിന് ഡിസ്പ്യൂട്ടായി മാറും. ഡിസ്പ്യൂട്ട് ഏതൊക്കെ തരത്തിൽ അനാവരണം ചെയ്യുന്ന കാര്യം അതിൻ്റെ പുറത്തൊരു വിവാഹിത സൃഷ്ടിക്കാൻ പറ്റും, പ്രത്യേകം സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ ഏതൊക്കെ കോടതി ഏതൊക്കെ തലത്താണ് അതിനോട് പ്രതികരിക്കുക, ഏതൊക്കെ രീതിയിലാണ് വരിക നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യം, നമ്മൾ അസംബന്ധം എന്നൊരു കാലത്ത് വിചാരിച്ചിരുന്ന മിഥ്യകളെന്ന് വിചാരിച്ചിരുന്ന കാര്യമൊക്കെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ വരികയാണ്. അപ്പോൾ അത്തരം അവസ്ഥയിലാണ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം നിലനിൽക്കുന്നത് എന്നൊരു ബോധം. പക്ഷേ പ്രതിപക്ഷം അപ്പോഴും തന്നെ എനിക്ക് തോന്നുന്നു ഇതിനുള്ള ചെറുത്തിൽപ്പ് അകത്ത് തന്നെയാണ് വരേണ്ടത്. ഇത് പുറത്തുവരെ ചെറുത്തിൽപ്പല്ലോ, ഇതിൻ്റെ അകത്ത് ജനാധിപത്യമായിട്ട് ഉയർന്നു വരേണ്ട ഒരു പ്രശ്നമായിട്ട് കാണാൻ ഇപ്പോഴും എന്തുകൊണ്ടാണ് മടിക്കുന്നത് എന്നാണ്. കാര്യം പരസ്പരം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചില കക്ഷി രാഷ്ട്രീയപരമായ സ്വാർത്ഥം, ഞാനത് വേണ്ടാന്ന് പറയുന്നില്ല, കാര്യം നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനപ്പുറം ഇവരുടെ ഈ ഭരണവ്യവസ്ഥയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനോട് വലിയ പ്രതികരണം ഉയർന്നു വരേണ്ടതാണ്. അതില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുത്തേണ്ട കാര്യം. അത് ഈ ബുൾഡോസറും ഈ ക്ലെയിമുകളും ആരാധന പുറത്തെ ക്ലെയിമുകളും അതിൻ്റെ പുറത്തെ ഉത്തരവാദമൊക്കെ അതിൻ്റെ പുറത്തുള്ള ഉത്തരവുകളെല്ലാം ഒരു സമൂഹത്തെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ന്യൂനപക്ഷ സമുദായത്തെ നിരാശ്രയമാക്കുക എന്നുള്ളൊരു പദ്ധതി വളരെ കൃത്യമുണ്ട്.
കൃത്യമായിട്ടുണ്ട്. അതിനി ഇനി മനസ്സിലാക്കാതിരിക്കേണ്ട അർത്ഥമില്ല. അത് അവിടെ ഒരു വളരെ കാര്യമുണ്ട്. ഇതിപ്പം ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയിൽ പോയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് കീഴ്ക്കോടതി കേൾക്കട്ടെ അല്ലെങ്കിൽ ജില്ലാ കോടതി കേൾക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുക ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ ബാബറി മസ്ജിദിൻ്റെ അനുഭവമുണ്ട്. അതുണ്ടാക്കി വെച്ച ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് സൊസൈറ്റി ഡിവൈഡ് ചെയ്തത്, അതെങ്ങനെയാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയെടുത്തത്, അതിലെത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടത്, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റിയിലെ ഈ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹ്യവും രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലിരിക്കെ ഇതുപോലെ വരുന്ന ഹർജികളിന്മേൽ കോടതികൾ അതിൻ്റെ എന്താ പറയുക ശ്രേണീബദ്ധമായ നടപടിക്രമങ്ങളിലൂടെ വരട്ടെ എന്ന് പറഞ്ഞ് താഴേക്ക് വിടുക എന്ന് പറയുന്നത് തന്നെ ഒരു തരം പ്രശ്നങ്ങൾ ഉണ്ടായി വരട്ടെ എന്നുള്ളൊരു ഒരു ഒരു തോന്നലിൻ്റെ പുറത്താണെന്ന് നമുക്ക് പറയാം. ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ജുഡീഷ്യൽ റിവ്യൂവിന് പോയിരുന്നെങ്കിൽ മനസ്സിലാക്കുക. അതല്ലല്ലോ ഇത്. ഈ ഒരു ശരിക്കും ആ നിലയ്ക്കായിരുന്നു ഉന്നത നീതിപീഠം കാണേണ്ടത്. കാര്യം നിലവിൽ ഒരു നിയമം നിലനിൽക്കുന്നു. ആ നിയമത്തെ എങ്ങനെയൊക്കെയാണ് ലംഘിക്കുന്ന ഒരു താക്കീതായി വരേണ്ടതിന് പകരം അതൊക്കെ ഈ നടപടിക്രമങ്ങളിലൂടെ കയറി വരുന്നുണ്ടെങ്കിൽ അത്രയും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളും ആഴത്തിലും അതുണ്ടാക്കുന്ന പ്രതിസന്ധികളും അതിനോട് തരത്തിലൊരു എനിക്കൊണ്ട് സെക്യുലർ ചില വിഷയങ്ങൾ, അതേസമയം കോടതിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില മറ്റ് പൊതുവിഷയങ്ങൾ ചില നിലപാടെടുക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. കാര്യം അത് രാഷ്ട്രീയം മുഖം നോക്കാതെ തന്നെ വളരെ വ്യക്തമായി എടുക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കോടതി തന്നെ പ്രതിസന്ധിയാവുന്നൊരു ഘട്ടം ഒരുപക്ഷെ അതിൻ്റെ കോടതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെ കോടതിക്ക് തന്നെ അത്തരമൊരു ഭയപ്പാട് വരികയാണെങ്കിൽ ഇന്ന് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും, അത് സമയം വലിയ ചരിത്രത്തിലേക്കാണ് പോകുന്നത് വരികയാണെങ്കിൽ പിന്നെ എങ്ങനെ രാഷ്ട്രം ഈ ഭാവിയെ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ നിലയിലാണെങ്കിൽ ഇതൊരു വലിയൊരു തരത്തിൽ നമ്മുടെ ഇന്ത്യയിലെ വലതുപക്ഷവൽക്കരണത്തിൻ്റെ സിയോണിസ്റ്റ് മുഖം കൂടിയാണത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്റേണലായിട്ടൊരു കോളനി ഉണ്ടാക്കുക, ഒരു അപലവൽക്കരണത്തിൻ്റെ സാധ്യത ഉണ്ടാക്കുക, അത് നമ്മൾ നടന്നു വരും നമ്മളിനി പറയാതിരിക്കുന്ന അർത്ഥമില്ല. അതിനാ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോടെ ഒരു കാര്യം കൂടെ, ഈ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. എങ്ങനെയൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്തു വന്നത്, എത്ര കാലം കൊണ്ടാണ് അതിൻ്റെ ഒരു കൾമിനേഷനിലേക്ക്, സംഘപരിവാരം ഉദ്ദേശിക്കുന്ന കൾമിനേഷനിലേക്ക് അവരെത്തിച്ചത്. പിന്നെ അതിൻ്റെ ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ എങ്ങനെയാണ് ഈ എന്താ പറയുക നീതിന്യായ സംവിധാനത്തിന് ഉപരിയായിട്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു വിധി ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിപ്പോൾ ഗ്യാൻവാബി തുടങ്ങുന്നു, അടുത്ത് കാശി വരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു അധികാരത്തിലിരിക്കുമ്പോൾ ഒരു വിത്തിട്ട് വയ്ക്കുകയാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാമെന്ന്. അധികാരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്വാഭാവിക പ്രക്രിയയിലൂടെ മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ അധികാരത്തിന് പുറത്തു പോവുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്ന പാകത്തിൽ രണ്ട് വിത്ത് അവിടെ ഇട്ട് വെച്ചിരിക്കുന്നു. അത്ര സുഘടിതമായിട്ട് അത്ര ആസൂത്രണത്തോടു കൂടിയാണ് ഈ പണി മുന്നോട്ട് പോകുന്നത്. അത് ആസൂത്രിതമാണ്. കാര്യം ദീർഘകാല പദ്ധതി ഉണ്ടല്ലോ. ഇത് ചെറിയ കാലം കൊണ്ട് തീർക്കുന്ന ഒരു പാർലമെൻറ്റ്. ഇപ്പോൾ എനിക്കൊരു മറ്റു പാർട്ടികളുടെയൊക്കെ ഏറ്റവും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കൊരു ലോങ് ടൈം അജണ്ടകളില്ല. താൽക്കാലികമായ അജണ്ടയിൽ അങ്ങോട്ടും 2 സീറ്റുകൾ 3 സീറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതും ഒരു ലോങ് ടൈം വിഷയം. മറുഭാഗത്ത് വളരെ കൃത്യമായ ഒരു വിഷനുണ്ട്, ഒരു രാഷ്ട്രത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ രാഷ്ട്രത്തെക്കുറിച്ച് ആലോചിച്ച് കാഴ്ചപ്പാട് നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം, പക്ഷേ ആ കാഴ്ചപ്പാട് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വിഷയസ് ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട്. തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നേരത്തെ രാജീവ് സൂചിച്ചില്ലേ, വിശ്വാസം ഭരണഘടനയുടെ പുറത്ത് കോടതി തന്നെ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് എടുക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്, അതിപ്പോൾ നമ്മൾ മൃഗങ്ങളുടെ നാമകരണത്തിൻ്റെ കാര്യത്തിൽ കണ്ടു. ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ഒരു മൊത്തം സാമൂഹ്യ വ്യവസ്ഥയെ ബാധിക്കാമെന്നെ കുറിച്ച് ഈ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരെ ആലോചിക്കേണ്ട സംശയമാണ് എനിക്ക്. കാര്യം അവരെ വരുന്ന കേസ് മാത്രമല്ല, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് തീരെ ആലോചിക്കാതെ പോകുന്നത്. ഇതിൻ്റെ റാമിഫിക്കേഷൻസ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുക, ഏതൊക്കെ ജനവിഭാഗത്തെയാണ് ബാധിക്കുക, എത്ര വലിയൊരു രാഷ്ട്രമാണല്ലോ. അപ്പോൾ വളരെ ചെറിയൊരു കാഴ്ചപ്പാടോടെ ഇത് നടപ്പാക്കാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മൾ ഒരുപക്ഷെ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഇലക്ഷൻ തന്നെ പ്രധാനപ്പെട്ട ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാൻവാബിയുടെ തുടക്കഘട്ടത്തിൽ മോഹൻ ഭഗവത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ഈ ശിവലിംഗം എല്ലാ പള്ളിയുടെ അടിയിലും പോയി ശിവലിംഗം അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ലാന്ന്. അത് അവിടെ വെച്ച് അവസാനിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. കാര്യം അതൊരു RSS സംഘടനയുടെ തലപ്പത്തുള്ള ആൾ. പക്ഷേ അപ്പോഴാണ് ഇത് തോന്നുന്നത്, കാര്യം RSSൻ്റെ ആ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഒരു പലതരത്തിലുള്ള ശ്രേണികളോട് വികസിച്ച് പലതരത്തെ പ്രവർത്തനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പലതരം സംഘടനകളിലൂടെയും പലതരത്തെ രൂപങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴത്തെ ഉത്തരേന്ത്യയിലൊക്കെ. അപ്പോൾ ഒരു BJPക്ക് അധികാരം എന്നതിന് അതിൻ്റെ ഒരു വല്ലാത്ത വ്യാപ്തി നമ്മൾ കാണാൻ പറ്റും. പലതരത്തിലാണ്. കാര്യം ആ ശബ്ദത്തിന് എന്തുകൊണ്ടങ്ങനെ പരസ്യ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതെ, എന്തിനങ്ങനെ പറഞ്ഞ നമുക്കല്ല. പക്ഷേ അതിനുശേഷം ആ RSS ചീഫിന് നിശബ്ദനാവേണ്ടി വന്നു. അപ്പോൾ ആ നിലയിൽ വലിയ വ്യാപ്തി വലിയ തോതിൽ വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അതും ഇങ്ങനെ വികസിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ അടുത്ത് ഡിസപ്റ്റീവ് മെജോറിറ്റി എന്ന പുസ്തകത്തിൽ പറഞ്ഞ പോലെ നമ്മൾ വേറെ കാര്യം തരും, അങ്ങനെ മെജോറിറ്റി ക്ലെയിം ഇല്ല.
കാര്യം വളരെ വൈവിധ്യമാണ്. ഇപ്പോൾ ഈ ഫ്രണ്ട് ലൈൻ തന്നെ ഗ്യാൻവാബി വന്ന ലേഖനത്തിൽ നോക്കുന്ന കാര്യം, അവിടെ തന്നെ മറ്റൊരു ക്ഷേത്രം മഹന്തനെ എതിർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള വലിയ എതിർപ്പുകൾ ഈ സമൂഹത്തിനകത്ത് ഹിന്ദു എന്ന് വിളിക്കുന്ന സമൂഹത്തിൻ്റെ ഇവരുടെ ഈ ക്ലാസിഫിക്കേഷൻ ഹിന്ദു എന്ന് വിളിക്കുന്ന സമൂഹത്തിന് വലിയ എതിർപ്പുകളും വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ട്, ഇതിനോടൊക്കെ പലതരത്തിലുള്ള കലഹിക്കുന്നവരുണ്ട്. ഇതൊന്നും ഇതിൻ്റെ പുറത്താണ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഡിസെപ്റ്റീവാണ്. ഈ ഭൂരിപക്ഷാത്മക ഇതാണ്. പക്ഷേ എന്നിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് മറുഭാഗത്ത് സംഘടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും ചെറുത്തുനിൽപ്പില്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മറുഭാഗത്ത് വലിയൊരു വിശാലമായിട്ടുള്ള ജനം ഉണ്ടെങ്കിൽ ആ ജനതയെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മുന്നോട്ട് വയ്ക്കാനുള്ള സാമൂഹിക രാഷ്ട്രീയം ഇപ്പോൾ ഇത് ഏറ്റവും അവസാനം നോക്കിയേ കാര്യം ഏറ്റവും ശക്തമായ രാഷ്ട്രീയം സാമൂഹിക രാഷ്ട്രീയം അതും എല്ലാവരും പിൻവലിച്ച് പോയ പോലെയുണ്ട്. ഒരാൾക്കും വേണ്ട. കാര്യം ബീഹാറിൽ നിതീഷ് കുമാർ ഉപേക്ഷിച്ച് പോയി. എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യതയായിരുന്നു, വലിയ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുവാണ്. പക്ഷേ അതിപ്പോൾ ആരും ഉയർത്തിക്കുന്നില്ല, അത് ഉന്നയിക്കാൻ പോലും ധൈര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ആർക്കാണ് ആത്മവിശ്വാസം കൊടുക്കുന്നത്? മറുഭാഗത്ത് ഒരു വലിയ ആത്മവിശ്വാസം തന്നെയാണ് തങ്ങളുടെ ഈ വാദങ്ങൾക്കെല്ലാം വലിയ സ്വീകാര്യത കിട്ടുന്നുള്ള ആത്മവിശ്വാസം വരിക. അതുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി പോലും ഒരുപക്ഷെ നമ്മുടെ ഈ ചർച്ച പോലും നമ്മളെ വിമർശിക്കുമ്പോഴും അത് ഒരു അനുകൂല ഘടകമായി മാറുകയാണ്. അത് വലിയൊരു ആ അവസ്ഥയിലാണ് നമ്മുടെ രാഷ്ട്രീയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നേരത്തെ ഈ രാമൻ അക്ബർ കോടതി ഇഷ്യൂ ഒക്കെ പറഞ്ഞില്ല, അത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. കാരണം വെച്ചാൽ അത് ഒരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പോലും അതിലെ ഒരു അസംബന്ധം നമ്മൾ പറയുന്നത് പോലും അതൊരു പ്രൊപ്പഗാൻഡയായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളിടത്താണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ 2 മൃഗങ്ങൾക്ക് പേരിട്ടു എന്നുള്ളത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി ഒരുപക്ഷെ ഹർജി സ്വീകരിക്കുക പോലുമില്ല. ഇത് കോടതി ഹർജി സ്വീകരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിമർശിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ അവരുദ്ദേശിച്ചത് അത് തന്നെ കോടതിയിലും നമ്മൾ നടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതിനെ വിമർശിക്കാൻ ആളുകൾ തയ്യാറായാൽ ആ വിമർശനം പോലും പ്രൊപ്പഗാൻഡയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ട് മാറും. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇതുള്ളത്. അത് മാത്രമല്ല ഇത് പൊതുസ്ഥലത്തല്ല, ഇവർ കോടതിയെ അകത്താണ് ഉപയോഗിക്കുന്നത്. ഒരു ലെജിറ്റിമേറ്റ് ക്ലെയിമാക്കി മാറ്റുകയാണ്. ഈ അസംബന്ധങ്ങൾക്കും യാതൊരു യുക്തിരഹിതമായിട്ടുള്ള വാദങ്ങൾക്കും സാമാന്യ മനുഷ്യർക്ക് അവരെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടാത്ത ഇത്തരം വാദങ്ങളെ കോടതി പോലെ ഒരു വ്യവഹാര മേഖല നിലയ്ക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അതോറിറ്റിയുടെ ഇടയിൽ കൊണ്ടുപോയി അവിടെ തന്നെ സ്ഥാപിച്ചുകൊണ്ട് ഒരു ലെജിറ്റിമസി ക്ലെയിം ചെയ്യണം അസംബന്ധങ്ങൾക്ക്. അങ്ങനെ ഇതാണ് പോസ്റ്റ് ട്രൂത്ത്. ഈ ലെജിറ്റിമസി ഇതിന് ക്ലെയിം ചെയ്യും, അസംബന്ധങ്ങൾക്ക് ലെജിറ്റിമസി ക്ലെയിം ചെയ്യും. അതൊരു ചെറിയ സ്ഥലത്തുള്ള ഈ ഒരു ദേശീയ പ്രശ്നമായി മാറി. ദേശീയ പ്രശ്നം അന്തർദേശീയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ നിലയ്ക്കൊരു എന്താണോ ഒരു ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രീയം ആ നിലയ്ക്ക് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, അതിന് പ്രചാരം കിട്ടുന്നുണ്ട്. അന്തർദേശീയ തലത്തിൽ തന്നെ ആൾക്കാർ പരിഹസിക്കണം. ഈ പരിഹാസമൊന്നും ഈ രാഷ്ട്രീയത്തിന് ബാധകമല്ല. കാര്യം ഏറ്റവും പരിഹാസ്യമായ കാര്യങ്ങൾ ചെയ്യും, അതിൻ്റെ എഫക്റ്റ് മാത്രമേ അവർ നോക്കുന്നു. അല്ലാണ്ട് നമ്മളുടെ യുക്തിയുടെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം ആ കാലഘട്ടമൊക്കെ പോയെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയമൊന്നും അപ്രസക്തമായതിന് കാരണം അത് വേണ്ട പോലെ ഉയർത്തപ്പെടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സാമൂഹിക രാഷ്ട്രീയം പ്രസക്തമാണ്, പക്ഷെ ഉയർത്തപ്പെടാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വേണ്ട പോലെ ഉയർത്തപ്പെടാത്തതുകൊണ്ടാണ്. മറിച്ച് ഈ അസംബന്ധങ്ങളുടെ രാഷ്ട്രീയ ഇതായി മാറുമ്പോൾ ഒരു യുക്തി ഇലക്ഷനിൽ അങ്ങനെ ആവശ്യമില്ല. ജനാധിപത്യം അങ്ങനെ യുക്തിരഹിതമായ പ്രവർത്തനമായി മാറുക. ഇത് വൈകാരിക പ്രശ്നം കൂടിയല്ല, ഒരു വൈകാരികം എന്ന് വിളിക്കാൻ പ്രശ്നം പോലും അല്ല. കാര്യം ഇതൊരു മൃഗങ്ങൾക്ക് പേരിടുന്ന ഒരു വൈകാരിക പ്രശ്നമേ അല്ല ആരുടെയും. എന്നിട്ട് പോലും അതൊരു ദേശീയ പ്രശ്നമാക്കി മാറ്റുക, അതിൻ്റെ അകത്തൊരു വിഭാഗീയത കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിലൊക്കെ കൃത്യമായിട്ട് അതിൽ ഈ നമ്മുടെ ഇപ്പോൾ ഗ്യാൻവാബി ആണെങ്കിലും രാമക്ഷേത്രമാണെങ്കിലും ഒരു മുസ്ലിം വിഭാഗം അതിൻ്റെ കക്ഷി തരുന്നത്. ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ കക്ഷി പോലെ, എന്നിട്ടും ഉദ്ദേശം അപരവൽക്കരണമാണ്. അത് മാത്രം ലക്ഷ്യം വയ്ക്കുക. അതിൻ്റെ ഒരു ഭീകരത ഉണ്ടല്ലോ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജർമ്മനിയിൽ പോലും ഇത് ഇത്ര രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ സംശയിക്കുന്നുണ്ട്, ഇത്ര വിദഗ്ധമായ രീതിയിൽ. റൈറ്റ്. ഗ്യാൻവാബിയിൽ പൂജ തുടരാൻ അലഹബാദ് ഹൈക്കോടതി അനുമതി കൊടുക്കുമ്പോൾ അത് നിലനിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പുതിയ പരീക്ഷണങ്ങൾക്കുള്ള വേഗം കൂട്ടലാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ തിരിച്ചറിവോടുകൂടി ഇത് വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയാണ് എന്ന തിരിച്ചറിവോടുകൂടിയുള്ള പ്രതിരോധം ഈ സംഗതികൾ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.